ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു തന്തൂരി ചിക്കൻ റെഡിയാക്കിയാലോ? ഇത്താത്താട്ടോ ഇതിൻ്റെ ആള്, റെസിപ്പി ഓളാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ്, കുറച്ച് കസൂരി മേത്തി കുറച്ചിട്ടെടുക്കാം, 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം, നാരങ്ങ പിഴിഞ്ഞത് ഇതിൽ ഒഴിച്ചെടുക്കാം, ടീസ്പൂണ് തൈരും കൂടെ ഒഴിച്ചെടുക്കാം, അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ചതച്ചതാണ് വന്നിട്ടെടുക്കുക, പാകത്തിന് ഉപ്പിട്ടെടുക്കാം. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാല എല്ലാം കൂടെ. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചിക്കൻ വരഞ്ഞ് വെച്ചതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഒരു 4 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. 4 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് റെഡിയാക്കാം. അപ്പോൾ ഇത് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 4 മണിക്കൂറായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 23 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത്. അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഡ്രൈ ആവാതിരിക്കാനാണ്, ചിക്കന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ തന്തൂരി ചിക്കന്. നല്ല വന്നിട്ടൊക്കെ ഉണ്ട്. തന്തൂരി ചിക്കൻ നല്ല റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മന്തി റൈസാണ് ഓർഡർ ചെയ്തിരുന്നത്. റൈസ് വന്നു. റൈസും തന്തൂരി ചിക്കനും കൂടെയാണ് നമ്മൾ കഴിച്ചത്. ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കിട്ടിയ അതേപോലെ തന്നെ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സാധനമായിരുന്നു. നമ്മുടെ റൈസിൻ്റെ കൂടെ കിട്ടിയത് തന്നെ കേട്ടോ മയോണൈസും സാലഡൊക്കെ.